Hi everyone, this is me Shafi Muhammad. Welcome to my new video log. Okay. ഇന്നത്തെ വീഡിയോ ലോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളായിട്ട് ഡിസ്കസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരൊറ്റ കാര്യമാണ്. ആ കാര്യം ഇതാണ്: നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് ഏറ്റവും മികച്ച പെർഫോമൻസ് കാഴ്ചവെക്കാൻ വേണ്ടിയിട്ട്, ഏറ്റവും മികച്ച റിസൾട്ട് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാൻ പറ്റും? അതിന് വേണ്ടിയിട്ട് ഞാനൊരു കോൺസെപ്റ്റ് പറഞ്ഞുതരാം. ഈ കോൺസെപ്റ്റ് നിങ്ങളുടെ ലൈഫിൽ ഇംപ്ലിമെന്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഹ്യൂജ് റിസൾട്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ ഈ ഒരു കോൺസെപ്റ്റ് ഞാൻ ജസ്റ്റ് പറയുമ്പോൾ നിങ്ങൾ ശരിക്കും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ, ഇതിന്റെ റിസൾട്ട് ക്രിയേറ്റ് ചെയ്യാനുള്ള ആ ഒരു കംപ്ലീറ്റ് ഉത്തരവാദിത്വം നിങ്ങളിലാണുള്ളത്. സോ അതുകൊണ്ട് നമുക്ക് പോയിന്റിലോട്ട് കിടക്കാം. ഇഫ് യു ആർ റെഡി, ലെറ്റ്സ് ബിഗിൻ. ഓക്കെ. സോ നിങ്ങൾ മൈക്കിൾ ജോർദാൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വ്യക്തിയെ കുറിച്ച് നിങ്ങൾ ചിലപ്പോൾ കേട്ടിട്ടുണ്ടാവും. നിങ്ങൾ ഇൻസ്പിറേഷണൽ അല്ലെങ്കിൽ പേഴ്സണൽ ഡെവലപ്മെന്റ്, ലൈഫ് സക്സസ് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ വല്ലാണ്ട് സെർച്ച് ചെയ്യുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അദ്ദേഹത്തെ കുറിച്ച് നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും. അദ്ദേഹം ഒരു ബാസ്കറ്റ്ബോൾ പ്ലെയർ ആണ്. USA നിന്നുള്ള വ്യക്തിയാണ്. ഇദ്ദേഹത്തിന്റെ ഹ്യൂജ് സക്സസ് ഉണ്ടാക്കിയിട്ടുള്ള ഒരു ബാസ്കറ്റ്ബോൾ പ്ലെയർ ആണ് അദ്ദേഹം. സോ അദ്ദേഹത്തോട് ചോദ്യം ചോദിച്ചു ഒരു ഇന്റർവ്യൂവർ, നിങ്ങളുടെ വിജയത്തിന്റെ രഹസ്യം എന്താ? അപ്പൊ അദ്ദേഹം പറഞ്ഞിട്ടുള്ള ഒരു ഏറ്റവും വലിയൊരു പവർഫുൾ ആയിട്ടുള്ള ഒരു മറുപടിയുണ്ട്. ആ മറുപടിയാണ് ഇന്നത്തെ കോൺസെപ്റ്റ്. ആ കോൺസെപ്റ്റ് ഞാൻ പറഞ്ഞുതരാം. അദ്ദേഹം പറഞ്ഞ മറുപടി ഇതാണ്: ഐ ഡിമാൻഡ് മോർ ദാൻ എനിബഡി വുഡ് ഡിമാൻഡ് ഫ്രം മീ. I demand myself more than anybody would demand from me. ഞാൻ എന്നോട് തന്നെ എന്ത് ചെയ്യും? ഞാൻ തന്നെയാണ് ഏറ്റവും കൂടുതൽ എന്നോട് ആവശ്യപ്പെടുന്ന വ്യക്തി. മറ്റുള്ള ഏത് വ്യക്തികളും എൻ്റെ അടുത്ത് ഏറ്റവും നല്ല പെർഫോമൻസ് ആവശ്യപ്പെടുന്നതിനെക്കാട്ടിലും ഏറ്റവും മികച്ച പെർഫോമൻസ് ഞാൻ ആവശ്യപ്പെടും. ഇതാണ് കോൺസെപ്റ്റ്. അതായത് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് എന്തെങ്കിലും നിങ്ങൾക്ക് ഏറ്റവും മികച്ച രീതിയിൽ ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ, ഏറ്റവും മികച്ച രീതിയിൽ നിങ്ങൾക്ക് പെർഫോം ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ, നിങ്ങൾ ചെയ്യേണ്ട ഒറ്റ കാര്യമുള്ളൂ. എന്ത്? മറ്റുള്ളവർ നിങ്ങളോട് ആവശ്യപ്പെടുന്നതിന് മുകളിൽ നിങ്ങൾ നിങ്ങളോട് ആവശ്യപ്പെടുക. നിങ്ങളുടെ ഏറ്റവും ബെസ്റ്റ് പെർഫോമൻസ് എന്ത് ചെയ്യുക? നിങ്ങൾ നിങ്ങളോട് ചോദിക്കുക. എപ്പോഴും നിങ്ങൾ നിങ്ങളോട് പറയുക, ദിസ് ഈസ് നോട്ട് ഇനഫ്, ദിസ് ഈസ് നോട്ട് ഇനഫ്, യു ക്യാൻ ഡു മോർ, യു ക്യാൻ ബി മോർ, യു ക്യാൻ അച്ചീവ് മോർ, യു ക്യാൻ ഡു വൺ മോർ ടൈം. അതായത് ഒന്നുകൂടെ ചെയ്യാൻ തയ്യാറാവുക. ഒന്നുകൂടെ ഇത്രയല്ല നിനക്ക് ചെയ്യാൻ കഴിയുക. ഞാൻ എന്നോട് ചോദിക്കേണ്ട ചോദ്യം എന്താ വെച്ചാൽ, ഈ കോൺസെപ്റ്റ്, ഷാഫി നിനക്ക് ഇത്രയേ കഴിയുള്ളൂ? നിങ്ങൾ നിങ്ങളുടെ പേരെടുത്തിട്ട് നിങ്ങൾ നിങ്ങളോട് ചോദിക്കണത്, നിനക്ക് ഇത്രേ ചെയ്യാൻ കഴിയുള്ളൂ? നോ. ദിസ് ഈസ് ഓൾ, ദാറ്റ്സ് ഓൾ, ഇത്രേ ചെയ്യാൻ പറ്റുള്ളൂ? അല്ല. ഇതിനപ്പുറത്തേക്ക് നമുക്ക് എല്ലാവർക്കും ചെയ്യാൻ കഴിയും. ഏറ്റവും രസകരമായ ഒരു കാര്യം എന്താ വെച്ചാൽ, പെർഫെക്റ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ബെസ്റ്റ് എന്ന് പറയുന്ന ഒരു സ്റ്റേജ് ഇല്ല എന്നാണ്. എപ്പോഴും ബെറ്റർ അല്ലെങ്കിൽ മോർ ഇംപ്രൂവ്മെന്റ്സ് എന്നുള്ളൊരു സ്റ്റേജേ ഉള്ളൂ. കൂടുതൽ ഒരു നെക്സ്റ്റ് ലെവൽ എത്ര നമ്മൾ അച്ചീവ് ചെയ്തിട്ടുണ്ടോ, എത്ര നമ്മൾ പെർഫോം ചെയ്തിട്ടുണ്ടോ, അതിനേക്കാളും മികച്ച രീതിയിൽ ഒരു സ്റ്റെപ്പ് കൂടെ അല്ലെങ്കിൽ 2 സ്റ്റെപ്പ് കൂടെ 3 സ്റ്റെപ്പ് കൂടെ നമുക്ക് വീണ്ടും അച്ചീവ് ചെയ്യാനുള്ള കഴിവ് ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. കാരണം നമ്മളിൽ ക്രിയേറ്റിവിറ്റി, അതേപോലെ പൊട്ടൻഷ്യൽ, എനർജി, എഫേർട്ട്, ഇങ്ങനെയുള്ള കംപ്ലീറ്റ് കാര്യങ്ങൾ, കഴിവുകൾ നമ്മളിൽ തന്നിട്ടിരിക്കുന്ന സമയത്ത് അത് ഇൻഫിനിറ്റ് ആയിട്ട് തന്നിരിക്കുക, അതിന് അറ്റമില്ലാതെ അനന്തമായിട്ട് തന്നിരിക്കുക. അത് നമ്മളിൽ എത്രത്തോളം ഉണ്ടോ, എത്ര കാലം നമ്മളിൽ അതുണ്ടോ, അത്രയും കാലം നമ്മൾക്ക് നമ്മളുടെ കഴിവിനെ, നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയെ ഒന്നുകൂടി മികച്ചതാക്കാൻ, ഒന്നുകൂടെ ഉഷാറായിട്ട് ചെയ്യാൻ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ നിങ്ങളൊരു എക്സസൈസിന് പോകുന്ന വ്യക്തിയാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾ 2 കിലോമീറ്റർ നടക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾ എന്ത് ചെയ്യുക? അടുത്ത ദിവസം എന്ത് ചെയ്യുക? യു ക്യാൻ ഡു മോർ. യു ആസ്ക് യുവർ സെൽഫ്. വേറെ ആരും പറയേണ്ട ആവശ്യമില്ല. നിങ്ങൾ നിങ്ങളോട് പറയുന്നതോ, നിനക്ക് ചെയ്യാൻ കഴിയും. ഒരു 2-3 അല്ലെങ്കിൽ ഒരു 2 അടി കൂടെ മുന്നോട്ട്, അല്ലെങ്കിൽ ഒരു കിലോമീറ്റർ കൂടെ, ഒരു ജസ്റ്റ് അല്ലെങ്കിൽ ഒരു ഹാഫ് കിലോമീറ്റർ കൂടെ നമുക്ക് നടക്കാം. അതല്ല, നിങ്ങൾ ജിമ്മിൽ പോയിട്ട് പുഷപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ 1 മോർ പുഷപ്പ്, യെസ് 1 മോർ. ഇങ്ങനെ ഈ ഒരു രൂപത്തിൽ നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങൾ നിങ്ങളോട് തന്നെ ആവശ്യപ്പെടുക. നിങ്ങൾ ഒരു 5 മണിക്ക് ഓഫീസിൽ വർക്ക് ചെയ്യുന്ന, 5 മണിക്ക് ഓഫീസിൽ 5 മണിക്ക് ഇറങ്ങുന്നുണ്ട് എങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, നിങ്ങളുടെ സ്ഥാപനമാവാം, നിങ്ങൾ വർക്ക് ചെയ്യുന്ന സ്ഥാപനം എന്തോ ആയിക്കോട്ടെ, ഒരു 1/2 hour കൂടെ പോകാനുള്ള, ഒരു എക്സ്ട്രാ പോകാനുള്ള ഒരു ആറ്റിറ്റ്യൂഡ്. ഈ ഒരു ആറ്റിറ്റ്യൂഡിനെ ശരിക്കും പറയുന്നത് വെച്ചാൽ ഗോ ഫോർ എക്സ്ട്രാ മൈൽ ആറ്റിറ്റ്യൂഡ് എന്ന് കൂടെ പറയാറുണ്ട്. അതായത് ഒന്നുകൂടെ മുന്നോട്ട് പോകാൻ, ഒരു സ്റ്റെപ്പ് കൂടെ. നമ്മളിപ്പോൾ എത്രയാണോ ചെയ്യുന്നത്, ഇപ്പോൾ ഒരു 8 മണിക്കൂർ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ
8.5 വർക്ക് ചെയ്യാനുള്ള ഒരു മെന്റാലിറ്റി, അല്ലെങ്കിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളിപ്പോൾ ഒരു ഹൈലി എനർജറ്റിക് ആയിട്ട് വർക്ക് ചെയ്യണമെന്ന് നമുക്ക് തോന്നുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിനേക്കാട്ടിലും കൂടുതൽ എനർജറ്റിക് ആയിട്ട് വർക്ക് ചെയ്യാനുള്ള ഒരു മെന്റാലിറ്റി, അതായത് ജസ്റ്റ് ഒരു നെക്സ്റ്റ് ലെവൽ വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുക. ഓരോ ദിവസവും നമ്മൾ തന്നെ നമ്മളുടെ ലൈഫിൽ നമുക്ക് വേണ്ട പെർഫോമൻസ് അല്ലെങ്കിൽ റിസൾട്ട് നമ്മൾ തന്നെ എന്ത് ചെയ്യുക, ഏറ്റവും മികച്ച രീതിയിൽ ആവശ്യപ്പെടുക. വേറൊരാളെ വെയിറ്റ് ചെയ്യാൻ നിൽക്കരുത്. കാരണം എന്താ വെച്ചാൽ ദിസ് ഈസ് യുവർ ഡ്രീം, not anyone else's dream. Okay, it's your dream, so you need to work your ass off to get what you want, to make what you want, to to be what you want. നിങ്ങൾക്ക് എന്താണോ ആവേണ്ടത്, നിങ്ങൾക്ക് എന്താണോ നേടേണ്ടത്, നിങ്ങൾക്ക് എന്താണോ നേടിയെടുക്കേണ്ടത്, അത് നേടിയെടുക്കണമെന്നുണ്ടെങ്കിൽ എന്താ വേണ്ടത് വെച്ചാൽ മറ്റുള്ളവന്റെ സ്വപ്നമല്ലാതെ അത് ദിസ് ഈസ് യുവർ ഡ്രീം, അത് നിന്റെ സ്വപ്നമാണ്. അത് നീ തന്നെ വർക്ക് ചെയ്തേ പറ്റൂ, നീ തന്നെ ഡിമാൻഡ് ചെയ്തേ പറ്റൂ. ഡോണ്ട് വെയിറ്റ് ഫോർ someone else to come and demand from you. മറ്റുള്ളവര്, സാധാരണ വ്യക്തികൾ, പരാജയപ്പെടുന്ന വ്യക്തികൾ, ആവറേജ് ലൈഫ് നയിക്കുന്ന വ്യക്തികൾ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യും. ഡോണ്ട് വെയിറ്റ് ഫോർ ദം. ഇഫ് യു വാണ്ട് ടു ക്രിയേറ്റ് യുവർ ഓൺ ലൈഫ്, ഇഫ് യു വാണ്ട് ടു ക്രിയേറ്റ് യുവർ ഓൺ ഡ്രീം ലൈഫ്, യു നീഡ് ടു സ്റ്റാർട്ട്. നീ തുടങ്ങണം, നമ്മൾ തുടങ്ങണം, നമ്മളായിട്ട് സ്റ്റാർട്ട് ചെയ്യണം. മറ്റുള്ളവന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാൻ നിൽക്കരുത്. മറ്റുള്ളവന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്ന സമയത്ത് അവർ വന്ന് പറഞ്ഞിട്ട് ആവുമ്പോഴേക്കും നമുക്ക് എന്താവും, അത് ഫ്രസ്ട്രേഷൻ ആവും, ബുദ്ധിമുട്ടാവും, നമുക്ക് പെയിൻ ആവും. പക്ഷെ മറിച്ച് നമ്മളോട് ആവശ്യപ്പെടുക, ഐ എം ഗോണ മേക്ക് ദിസ് ഹാപ്പൻ, ഐ എം ഗോണ ഡു ദിസ്. ഇത് ഞാൻ ചെയ്യും, എനിക്ക് വേണ്ടിയിട്ടുള്ളത് എന്റെ സ്വപ്നമാണ്. ഐ എം ഗോണ ഡു ദിസ്, ഐ എം ഗോണ ഗോ ഫോർ നെക്സ്റ്റ് ലെവൽ, ഐ എം ഗോണ ഗോ ഫോർ വൺ മോർ ടൈം. ദാറ്റ്സ് ഇറ്റ്. ചെയ്യുക, ഒന്നുകൂടെ ഉഷാറായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഓരോ ദിവസവും നമ്മൾ എന്ത് ചെയ്യുക, ആവശ്യപ്പെടുക. ഇന്നത്തേതിനെക്കാട്ടിലും മികച്ച രീതിയിൽ ജീവിക്കാൻ വേണ്ടിയിട്ട് നാളെ ആവശ്യപ്പെടുക. ഇങ്ങനെ പോകുന്നതിനിടയ്ക്ക് ചില ദിവസം നമുക്ക് തീരെ വളരെ അട്ടർ ഫെയിലിയർ ആയിട്ട് ചിലപ്പോൾ ഫീൽ ചെയ്തേക്കാം. ഇറ്റ്സ് ഓക്കെ, നോ പ്രോബ്ലം, ഇറ്റ്സ് ഓക്കെ. അങ്ങനെ സംഭവിക്കും ലൈഫ്. കാരണം നമ്മളെന്ന് വെച്ചാൽ ഒരു ഹ്യൂമൻ ബീയിങ് ആണ്, ഇമോഷൻസ് ബേസ് ചെയ്തിട്ട് വർക്ക് ചെയ്യുന്നതാണ്. തീർച്ചയായിട്ടും അത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടാവും, ഫെയിലിയർ ഉണ്ടാവും, മോശം സിറ്റുവേഷൻസ് ഉണ്ടാവും, ബാഡ് ഡേയ്സ് ഉണ്ടാവും, ഇതൊക്കെ ഉണ്ടാവും. ഇതൊക്കെ ഉണ്ടായി കഴിഞ്ഞാലും കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ വീണ്ടും തിരിച്ചു വരാനും വീണ്ടും ഒന്നിനൊന്നും മികച്ച രീതിയിൽ പെർഫോം ചെയ്യാനുള്ള ഒരു മെന്റാലിറ്റി നമ്മൾ ഡെവലപ്പ് ചെയ്യണം. വി നീഡ് ടു ഡിമാൻഡ് മോർ ഫ്രം അവർ സെൽഫ്. കാരണം എന്താ വെച്ചാൽ നമ്മുടെ ലൈഫിൽ നമ്മൾക്ക് വേണ്ടത് ലഭിക്കണമെന്നുണ്ടെങ്കിൽ വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ ചെയ്താലേ നമുക്ക് വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങൾ നേടാൻ കഴിയുള്ളൂ. വ്യത്യസ്തമായിട്ടുള്ള ഒരു ലൈഫ് സ്റ്റൈലാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾ വ്യത്യസ്തമായിട്ട് ചിന്തിച്ചേ പറ്റൂ, വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ പെർഫോം ചെയ്തേ പറ്റൂ. സോ അപ്പോൾ മൈക്കിൾ ജോർദാൻ ചെയ്യുന്ന പോലെ, മൈക്കിൾ ജോർദാൻ ഡിമാൻഡ് ചെയ്ത പോലെ ഏറ്റവും മികച്ച പെർഫോമൻസ് നിങ്ങളിൽ നിന്ന് ഡിമാൻഡ് ചെയ്യുക. ഓക്കെ, ഡിമാൻഡ് ദ ബെസ്റ്റ് ഫ്രം യു. ഓക്കെ, നോട്ട് ദ ബെസ്റ്റ്, ഡിമാൻഡ് മോർ ദാൻ ദ ബെസ്റ്റ്. ഓക്കെ, ഏറ്റവും മികച്ച രീതിയിൽ ഏറ്റവും മികച്ചത് എന്താണോ അത് പുറത്തു കൊണ്ടുവരാൻ വേണ്ടിയിട്ട്, അതിനേക്കാട്ടിലും മുകളിൽ ഓരോ തവണയും പുറത്തു കൊണ്ടുവരാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, നിങ്ങൾ ഡിമാൻഡ് ചെയ്യുക. നിങ്ങളുടെ ലൈഫ് ചേഞ്ച് ആവും, നിങ്ങളുടെ പ്രവർത്തന രീതി